ഹലോ, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നൊരു ചെറിയ ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ. എൻ്റെ ചെറിയ മോളുടെ ബർത്ത്ഡേ ആഘോഷിച്ച വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാം, അതിന് വേണ്ട ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ അത് കുറച്ചും കൂടി ഫൺ ആൻഡ് എൻ്റർടൈനിങ് എങ്ങനെ ആക്കാൻ പറ്റും, പിന്നെ കിഡ്സിന് വേണ്ടിയുള്ള ചെറിയ ഫുഡുകൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്, അതൊരു ഭയങ്കര തലവേദനയാണ്. നമ്മുടെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് നമ്മുടെ ഒരു തലവേദന. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് കേക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു മെർമെയ്ഡ് തീമിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിലിക്കൺ മോൾസ് ആണിത്. ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഈ കേക്ക് ഡെക്കറേറ്റിംഗ് ടൂൾസ് ഒക്കെ വിൽക്കുന്ന സ്റ്റോഴ്സ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗം പേസ്റ്റ് ആണ്. ഗം പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റിൽ കുറച്ച് CMC പൗഡർ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ച് കോൺഫ്ലോർ ആണ്. ഇത് നമുക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗം പേസ്റ്റൊക്കെ കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് ഗം പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഗം പേസ്റ്റ് കുഴച്ചെടുക്കണം കേട്ടോ. ഗം പേസ്റ്റ് ആയാലും ഫോണ്ടൻ്റ് ആയാലും വലിച്ചു നീട്ടി കുഴക്കരുത്. അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡിമോൾഡൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ക്രാക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്കാക്കി ഫോണ്ടൻ്റ് അല്ലെങ്കിൽ ഗം പേസ്റ്റ് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മോൾഡിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കണം. ലൂസായിട്ട് വെക്കരുത്, നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഗം പേസ്റ്റോ ഫോണ്ടൻ്റ് എന്തായാലും അതൊരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സംഭവം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പം ഞാൻ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വലിയ സാധനങ്ങളൊക്കെ മോൾഡിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴേക്കും 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഒന്നും നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ അതിനകത്ത് ക്രാക്ക് വീഴാനുള്ള ചാൻസൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വലിയ സാധനങ്ങൾ മോൾഡിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഡീമോൾഡ് ചെയ്തെടുത്തു. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ക്രാക്ക് പോലും വീണിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതിലൊക്കെ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ഡ്രൈ ആയതിനു ശേഷം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തീം ബേസ്ഡ് കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസം മുന്നേ എങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ടാക്കി വെക്കണം. ആ ദിവസം അതിൻ്റെ തലേദിവസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് അതൊക്കെ ക്രാക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 3 ദിവസം മുന്നേ എങ്കിലും ഉണ്ടാക്കി വെച്ചാൽ നന്നായിട്ട് നമുക്കത് ഡ്രൈ ആയിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ കേക്ക് എന്ന് പറയുന്നത് കാരമൽ കേക്കാണ്. കാരമൽ സ്പഞ്ചാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കണം. അതിൻ്റെ ഇടയിലേക്ക് ഫ്രോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാരമൽ കാരമൽ സോസ്, പിന്നെ കുറച്ച് കിറ്റ് കാറ്റും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്പഞ്ച് സോക്ക് ചെയ്യുന്നത് പാലിൽ കുറച്ച് കാരമൽ സോസ് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു സിറപ്പാണ് കേട്ടോ നമ്മൾ സ്പഞ്ച് സോക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. സാധാരണ നമ്മുടെ ഷുഗർ സിറപ്പല്ല, പാലിൽ കാരമൽ സോസ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഞാൻ ഫൈനൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫോണ്ടൻ്റ് ആക്സസറീസൊക്കെ നമ്മുടെ കേക്കിൽ വെക്കുന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമ്മുടെ കേക്ക് ഫൈനൽ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വൈകുന്നേരമാണ് നമുക്ക് വേണ്ടെങ്കിൽ രാവിലെ എങ്കിലും ഫൈനൽ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഈ ഫോണ്ടൻ്റ് ആക്സസറീസൊക്കെ താഴോട്ട് വീണ് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ തലേദിവസം വരെ ചെയ്ത് വെച്ചത്. കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വഴിയെ പറയാം. അപ്പം അങ്ങനെ ബർത്ത്ഡേ ദിവസം എത്തി. നമ്മൾ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. കാരണം ഒരു ഗിഫ്റ്റ് കൊടുക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്കത് ഇപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഞങ്ങൾക്ക്. ചെറിയ ഗിഫ്റ്റുകളാണ്, ഒരുപാട് വലിയ ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന ചെറിയ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്.
തോന്നാറുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ഹാപ്പിനെസ് കുട്ടികൾ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ ഗിഫ്റ്റിംഗ് ഷെയറിംഗ് എന്നൊക്കെ പറയണത് ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന സംഭവമൊന്നുമല്ല. അത് നമ്മൾ കുഞ്ഞു ചെറുപ്പത്തിലെ തന്നെ അവരെ ശീലിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് അവർ വലുതാവുമ്പോഴും അവരത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ചെറിയ ഗിഫ്റ്റുകൾ മതി, ഒരുപാട് വലിയ ഗിഫ്റ്റൊന്നും വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ വീട്ടിൽ കിട്ടിയ ഉടുപ്പ് വാങ്ങിച്ച ടാഗ് അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ്. എന്തും ആയിക്കോട്ടെ, പക്ഷേ നമ്മളിപ്പോൾ അവർ മറന്നു പോയാൽ തന്നെ നമ്മൾ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ച് അത് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കൊരു എന്തോ ഇന്നൊരു പ്രത്യേക ദിവസമാണെന്ന് അവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ചെറിയ ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വലിയ ഹോട്ടലിൽ പോയി സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കുറേ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒക്കേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പറ്റും. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചേട്ടൻ കുറച്ച് സാഡാണ്, കാരണം ചേട്ടൻ്റെ ഗിഫ്റ്റ് ഇച്ചിരി ഫ്ലോപ്പായിപ്പോയി. അപ്പം കൊച്ച് അവനെ ആശ്വസിപ്പിക്കുകയാണ്, സാരില്ല ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, എനിക്കത് പ്രശ്നമൊന്നുമില്ല. എനിവേ അവളത് കണ്ടായിരുന്നു, എന്നാലും ചേട്ടൻ ഇച്ചിരി സാഡായിപ്പോയി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറേ നാളുകളായിട്ട് അവരുടെ ഫ്രണ്ട്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാറാണ് കേട്ടോ പതിവ്. ഫാമിലി ആയിട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാറില്ല. അവർക്ക് ആരെയൊക്കെ വിളിക്കണം അവരെല്ലാം ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മെനു എന്ന് പറയുമ്പോഴേക്കും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെനു ആണ്. കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാറുള്ളതും. അപ്പോൾ ഇതൊരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മിക്സാണ്. ഇത് ഞാൻ തലേദിവസം ചെയ്തു വെച്ചായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് മയണൈസും തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ പുലാവാണ്. അപ്പോൾ ആ പുലാവിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കോഫി ബണ്ണാണ്. കോഫി ബണ്ണും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അത് അന്നത്തെ ദിവസമാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് നമ്മുടെ സാൻഡ്വിച്ച്. പിന്നെ ഉള്ളത് കിറ്റ് കാറ്റ് ഐസ്ക്രീം പൈ ആണ്. ഇതും അന്നത്തെ ദിവസമാണ് ചെയ്തെടുത്തത്. അപ്പം അതിൻ്റെ മേലെ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന കാരമൽ സോസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്, നല്ല ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് തീമിലുള്ള ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമ്മൾ 3 ദിവസം മുന്നേ ചെയ്ത് വെച്ചായിരുന്നു. ബോർഡ് ഞാനൊന്ന് ബ്ലൂ കളറിലെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ആ ഒരു ലുക്ക് ശരിക്കും കംപ്ലീറ്റ് ആയത്. നമ്മൾ ആ ബോർഡിൻ്റെ ഒന്നിലെ ഗോൾഡൻ കളറോ സിൽവർ കളറോ ഒക്കെ വരുമ്പോൾ ആ കേക്കിന് അത്ര എടുപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും കളർ വെച്ചിട്ട് ബോർഡും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്കിന് നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. പിന്നെ ഡെക്കറേഷൻസ് എന്ന് പറയാനായിട്ട് ചെറിയ ഡെക്കറേഷനാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീം ഇടുന്ന ലൈറ്റ്സാണ്. അതൊന്ന് ജസ്റ്റ് കേർട്ടൻ പോലെ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ പിങ്ക് കളറിലുള്ള ബലൂൺസും വെച്ച് കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ബാനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ ആ കേക്ക് കട്ടിങ്ങിന് മുന്നേ ഇതുപോലെ ചെറിയ ചെറിയ ഗെയിംസ് നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ ഒന്ന് ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗെയിംസ് വെക്കാറുണ്ട്. അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോയി. ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാം അവിടെ ഇവിടേക്ക് ഇങ്ങനെ ചെതറിക്കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പവുമില്ല, അതൊക്കെ അവിടെ അങ്ങനെ കിടന്നോട്ടെ. നമ്മൾ ഓടിച്ചാടി ഇതൊന്നും ക്ലീനാക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫംഗ്ഷനൊക്കെ കഴിയുമ്പം എപ്പോഴും എല്ലാവരുടെയും വീട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളതിൽ അസ്വസ്ഥത കൂടിയിട്ട് അയ്യോ ഇതിപ്പം തന്നെ വൃത്തിയാക്കി എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിയാൽ മതി. അപ്പം ഞങ്ങൾ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു പ്രത്യേക ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് കേട്ടോ. പുതിയ പുതിയ ഗിഫ്റ്റുകളൊക്കെ കാണുമ്പോഴേക്കും അവരുടെ ഒരു ആ സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് കണ്ട് തന്നെ അത് ആസ്വദിക്കണം. അപ്പം ഞങ്ങളെല്ലാവരോടും ഇതുപോലെ തന്നെ വട്ടം കൂടിയിരുന്ന് എല്ലാ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് നോക്കാട്ടോ പതിവ്.
പിന്നെ ഇപ്രാവശ്യം ആ പാർട്ടി പോപ്പർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം അതുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ അവർ വലിച്ച് വലിച്ച് എല്ലാ റൂമിലേക്കും കൊണ്ടുപോകും. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അത് വൃത്തിയാക്കുന്നതായിരുന്നു. ഒരു മാസം എടുത്താലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കിടക്കുന്നത് കാണും. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ അത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എല്ലാവരും വീടുകളിലേക്കൊക്കെ പോയി. അപ്പോൾ ഇനി കുഞ്ഞുങ്ങളുടെ ചെറിയ നൈറ്റ് റൂട്ടീൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ബ്രഷ് ചെയ്യിപ്പിക്കൽ, മേല് കഴുകൽ, അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് അവരെ റൂമിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എടുത്തു വയ്ക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ, ഫുഡുകൾ എന്തെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുക, കളയാനുണ്ടെങ്കിൽ കളയുക. എന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിപ്പിച്ചിട്ട് വാഷ് ബേസിനിലേക്ക് ഇടുക. പിന്നെ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ക്ലീൻ ആക്കി തുടങ്ങുക. അപ്പം ഞങ്ങളുടെ ഡോറ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നതാണ് ഈ ടേബിൾ. അപ്പം അതിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം മാറ്റി പിന്നെ കൗണ്ടർ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വാഷ് ബേസിനിലേക്ക് ഇട്ടു കേട്ടോ. അപ്പം ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുവാണ്. അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി തീർന്നു. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ഓൾ പർപ്പസ് ക്ലീനറിൻ്റെ ആ ബോട്ടിലേക്ക് 2-3 തുള്ളി എസൻഷ്യൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ജാസ്മിൻ ഫ്ലേവറിലുള്ള എസൻഷ്യൽ ഓയിലാണ്. നല്ലൊരു മണം കിട്ടും. അപ്പം ഇതിന് മുന്നേ ഞാനിത് ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ എസൻഷ്യൽ ഓയിൽ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുകയെന്ന്. എല്ലാ ലൈഫ് സ്റ്റൈൽ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മാക്സിൽ നിന്നാണ്. ഇതിന് 5 dirhams കോസ്റ്റ് വരുന്നുള്ളൂ മാക്സിൽ ഇതിന്. അല്ലാതെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഷോപ്പിലും നമുക്കിത് കിട്ടും. ആമസോണിലും അതായത് ഓൺലൈനും അവൈലബിൾ ആണ്. പക്ഷേ ഓൺലൈൻ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും മാക്സിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പം നമ്മൾ തുടയ്ക്കുന്ന സമയത്തും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഡോറ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ചെറിയ ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ഹസ്ബൻഡ് ഹോളും അതുപോലെ റൂംസൊക്കെ ഒന്ന് അടിച്ചിട്ടു. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ കിച്ചണിൻ്റെ ഫ്ലോർ ഒന്ന് അടിച്ചു വരുവാണ്. അപ്പം തുടയ്ക്കേണ്ടി വന്നില്ല. കിച്ചണിൻ്റെ ഫ്ലോർ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നന്നായിട്ട് അഴുക്കായേക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അത്രയ്ക്ക് അഴുക്കായിട്ടില്ല. കാരണം നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് മുന്നേ ഒന്ന് ക്ലീനാക്കി ഇട്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്രയ്ക്ക് അങ്ങ് അഴുക്കായിട്ടില്ല. ഒന്ന് അടിക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കിച്ചണിൻ്റെ ഫ്ലോർ നല്ലതായിട്ട് അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഫ്ലോർ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ആ തുടയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ ആ ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് നന്നായിട്ട് അഴുക്കായിട്ടിരിക്കുന്ന ഭാഗമില്ലേ, അവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊക്കെ കുറച്ച് നേരം ആയി കാണുമല്ലോ, ഈ അഴുക്കൊക്കെ പറ്റിപ്പിടിച്ചിട്ട് കുറച്ച് നേരം ആയി കാണും. അപ്പോൾ അത് പറ്റിപ്പിടിച്ചതിന് ശേഷം നമുക്ക് ഈ മോപ്പ് വെച്ചിട്ട് മാത്രം തുടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും. അതിങ്ങ് ആ ചെളിയൊന്നും അങ്ങോട്ട് ഇളകി പോവില്ല. അതേസമയം ഇതുപോലെ ആ സ്പ്രെയർ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിനൊന്ന് കുതിർത്തിയിട്ടതിന് ശേഷം തുടയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇതുപോലത്തെ പാർട്ടികളൊക്കെ പാർട്ടിക്കൊക്കെ ശേഷം ഫ്ലോർ എപ്പോഴും തുടയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നന്നായിട്ട് അഴുക്കുള്ള ഭാഗത്ത് സ്പ്രെയർ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്യും, എന്നിട്ടാണ് തുടച്ചെടുക്കാറ്. അപ്പോൾ എത്ര ലേറ്റായിട്ടാണെങ്കിലും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ഫംഗ്ഷൻ നടന്നാലും ഉറങ്ങാനായിട്ട് പോകാറുള്ളൂ. പിന്നെ എനിക്ക് അത്രയ്ക്ക് വയ്യ എന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യാതിരിക്കാറുള്ളൂ. കാരണം പിറ്റേ ദിവസം എന്തായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ലേറ്റ് ആകും. അപ്പോൾ ആ ലേറ്റായിട്ട് എഴുന്നേറ്റൊക്കെ വരുമ്പോഴേക്കും ആകെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന കിച്ചണും വീടും ഒക്കെയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നതെങ്കിൽ അതോടുകൂടി നമ്മുടെ എനർജിയൊക്കെ പോകും. നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടില്ല. അപ്പം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത്ര ലേറ്റ് ആയാലും ഒന്ന് നീറ്റാക്കിയതിന് ശേഷം കിടക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാറായി. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.